ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കൈത്താക്കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ സ്വർഗരാജ്യത്തെ 3 മനോഹരമായ ഉപമകളിലൂടെ അവതരിപ്പിക്കുന്നതിനെയാണ്. ഒന്നാമതായി മറഞ്ഞിരിക്കുന്ന നിധി, രണ്ടാമതായി വിലയേറിയ മുത്ത്, മൂന്നാമതായി വലയിൽ പിടിക്കപ്പെട്ട മത്സ്യങ്ങൾ. ഈ 3 ഉപമകളും ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താണ്. അതിനുവേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്നത് നഷ്ടമല്ല, അത് ഏറ്റവും വലിയ നേട്ടമാണ്. ഒരു മനുഷ്യൻ വയലിൽ മറഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തുന്നു. ആ നിധിയുടെ വില മനസ്സിലായപ്പോൾ അവൻ സന്തോഷത്തോടെ തൻ്റെ എല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം പലപ്പോഴും മറഞ്ഞിരിക്കുന്ന നിധി പോലെയാണ്. ഒരു പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാനയിൽ, ഒരു ബൈബിൾ വചനത്തിൽ, ഒരു ദുഃഖാനുഭവത്തിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്നേഹത്തിൽ ദൈവം നമ്മെ സ്പർശിക്കുന്നു. എന്നാൽ ആ നിധിയുടെ മൂല്യം തിരിച്ചറിയുവാൻ കഴിയുന്നവരാണ് ജീവിതം മാറ്റുന്നത്. ഇന്ന് നമ്മൾ ചോദിക്കണം, എൻ്റെ ഏറ്റവും വലിയ നിധി എന്താണ്? പണമാണോ, ജോലിയാണോ, അതോ പ്രശസ്തിയാണോ, അതോ ഈശോയെയാണോ? 2. വിലയേറിയ മുത്ത്. മുത്തുകൾ അന്വേഷിച്ചിരുന്ന വ്യാപാരി ഒടുവിൽ അത്യന്തം വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തി. അതിനുവേണ്ടി അവൻ എല്ലാം വിറ്റു. ആദ്യ ഉപമയിൽ നിധി അപ്രതീക്ഷിതമായി കിട്ടി. ഇവിടെ വ്യാപാരി അന്വേഷിച്ചു കൊണ്ടിരുന്നു. ചിലർ ദൈവത്തെ അപ്രതീക്ഷിതമായി കണ്ടെത്തുന്നു, ചിലർ വർഷങ്ങളായി അന്വേഷിച്ചതിന് ശേഷം കണ്ടെത്തുന്നു. പക്ഷേ കണ്ടെത്തിയതിനു ശേഷം ഇരുവരും ഒരേ തീരുമാനമെടുക്കുന്നു, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു. ഇന്നത്തെ ലോകം നമ്മോട് പറയുന്നു, കൂടുതൽ സമ്പാദിക്കൂ, കൂടുതൽ സ്വന്തമാക്കൂ. പക്ഷേ ഈശോ നമ്മോട് പറയുന്നു, ദൈവത്തെ നേടിയാൽ എല്ലാം നേടിയതാണ്. മൂന്നാമതായി വലയുടെ ഉപമ. വലയിൽ എല്ലാ തരം മത്സ്യങ്ങളും കുടുങ്ങി. പിന്നീട് നല്ലവ വേർതിരിച്ച് സൂക്ഷിക്കുകയും ഉപയോഗമില്ലാത്തവ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത് അന്തിമ വിധിയുടെ ഓർമ്മപ്പെടുത്തലാണ്. സഭയിൽ വരുന്നതോ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നതോ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹവും സത്യവും പ്രതിഫലിക്കണം. ഒരു ദിവസവും ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ പദവിയോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തോ അല്ല, നമ്മുടെ ഹൃദയമാണ് പരിശോധിക്കപ്പെടുക. ക്രിസ്തീയ ജീവിതം എന്നത് മൂല്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ മൂല്യത്തെ നാം അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആ മൂല്യം ജീവിക്കുന്നതിന് മറ്റെല്ലാം നാം വേണ്ടെന്ന് വയ്ക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു പാരമ്പര്യം മാത്രമല്ല, ഓരോ ദിവസവും പുതുക്കപ്പെടേണ്ട ഒരു അനുഭവമാണ്. നീ സ്വർഗരാജ്യത്തിൻ്റെ നിധി കണ്ടെത്തിയോ? അതിനുവേണ്ടി എല്ലാം വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറായോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്ന നിധിയാണ് ഞാൻ തേടുന്നത്. നീ എന്ന സമ്പത്താണ് എനിക്ക് വേണ്ടത്. നീയാകുന്ന